guys. അത് പറ. Hello. Guys. ചിച്ചി സ്മൈൽ. നാണക്കാരനായിട്ട് പനിയിട്ട് ക്ഷീണം കേട്ടോ അതിന്. അപ്പൊ ഞാൻ കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് എപ്പോട്ടെ 2 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച് വീഡിയോ എടുക്കാൻ തന്നെ ഒരു എന്താ പറയാ ഒരു 10 ആളെ വെക്കണം അവിടെ അങ്ങനെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇതിപ്പോൾ ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് കാട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനിന്ന് കുക്ക് ചെയ്യാം. ഇന്ന് ഒരു ചിക്കൻ ബിരിയാണി വെക്കാന്ന് വെച്ചു. കുറേ നാളായി വെച്ചിട്ട്. അപ്പം കുക്കിങ്ങും ബാക്കിയുള്ള ഇനി എൻ്റെ ലവ്വിനെ കാട്ടി തരാം കേട്ടോ. കുറേ പേരായി ലവ്വിനെ കുറിച്ച് അന്വേഷിക്കണം. ലവ്വി എന്നല്ല കേട്ടോ ശരിക്കുള്ള പേര് അവിനി എന്നാണ്. ഞാൻ അവളെ ലവ്വി എന്ന്. അവൾക്ക് എപ്പോഴും എൻ്റെ ലവ് വേണം. അപ്പം ഞാൻ അവളെ ലവ്വി എന്നാട്ടോ വിളിക്കണം. അപ്പം ഞാൻ ലവ്വിനെ ഇപ്പം എടുത്ത് കൊണ്ടുവരാം. ഈ കുട്ടിയാണ് എൻ്റെ ലവ്വി ബാബി. എൻ്റെ ലവ്വിയാണ് ഇവള്. ലവ്വിയാണ്. ഞാനും എൻ്റെ ലവ്യു. ഇവളാണ് എൻ്റെ ഇപ്പോൾ ടെഡി ബെയറായിട്ട് നടക്കുന്ന ലവ്വി കുട്ടി കേട്ടോ. അപ്പോൾ എന്താ പറയാ അപ്പോൾ ലവ്വിക്കാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എപ്പോൾ എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് കരഞ്ഞ് പൊളിച്ച് എന്നെ വീഡിയോയിൽ വരണം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അവളെ കാട്ടിത്തരാന്ന് കേട്ടോ. അവിടെ 2 പേര് അവിടെ ചോറ് കൊടുക്കാൻ പോവാണ്. അപ്പം ഇനി ഞാൻ അവളെ ഇവിടെ ഹാളിൽ ഞാൻ പായ വിരിച്ചിട്ടുണ്ട്, ഒരു മാറ്റ്. ആ മാറ്റിൽ കിടത്തും. അമ്മ പാതുനോ നോക്കും. അങ്ങനെയാണ് പണിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മാറ്റിൽ വിരിച്ച് ഈ ഫാനൊക്കെ ഇട്ടിരുന്ന ഭയങ്കര ഇഷ്ടമാട്ടോ. കുറേ നേരം ഇങ്ങനെ ഇരിക്കുക. അപ്പേക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഒരാള് അവനെ നോക്കിയാൽ മതി. അവന് നമുക്ക് ബാക്കി വിശേഷം കാണാം. അപ്പൊ അങ്ങനെ ഇവിടെ ആണെങ്കിൽ പിള്ളേര് വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ പണ്ടത്തെ കാലത്തേക്ക് തോന്നുന്നു പിള്ളേര് ഒരുമിച്ച് അങ്ങോട്ട് എങ്ങനെയോ വളർന്നത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അമ്മാമ്മയുടെ അടുത്തിപ്പോൾ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അമ്മാമ്മ 4 പിള്ളേരൊക്കെ അമ്മാമ്മ വളർത്തിണ്ടാക്കി. അത് ആ ഒരു ടൈമിൽ അങ്ങനെ ഇതാവുന്നത്. പക്ഷെ ഇപ്പോൾ ഭയങ്കര സ്ട്രഗിളിങ് ടൈമാണ്. അമ്മാമ്മയാണെങ്കിൽ ആ കാലത്ത് ജോലിക്കും പോകണ്ടായിരുന്നു കേട്ടോ. അമ്മാമ്മ ടീച്ചറായിരുന്നു, ജോലിക്കും പോകണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ അവിടെ ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു തോന്നൂല അമ്മ വീട്ടിൽ. പിന്നെ അമ്മക്ക് പറയാറുണ്ട് അമ്മേനൊക്കെ ഒരു മെയ്ഡ്, ഒരു അമ്മാമ്മ പാവ അമ്മാമ്മയൊക്കെ ആയിരുന്നു, നോക്കണായിരുന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ കുറേ നാളെ ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിന്നിട്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക ആകെ പ്രാന്ത് പിടിച്ച പോലെ. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് തുള്ളി നടക്കണം ഞാനൊരാളല്ലേ. അപ്പോൾ അതുള്ള സമയത്താണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ അച്ഛനമ്മ എപ്പോഴും ആദ്യനും കൂട്ടിയിട്ട് ഞങ്ങൾ കാറിൽ എപ്പോഴും പുറത്ത് പോവും. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത്. ഇപ്പോൾ 2 പേരും കൂടെ ഇപ്പോൾ ഞങ്ങൾ ഇത്രയും പേരുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവനാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ തന്നെ സത്യം പറഞ്ഞാൽ ഏട്ടൻ അന്ന് വന്നപ്പോഴാണ് സമാധാനമായിട്ട് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനും കൂടി പോയത്. കാരണം ഇവനെ വെച്ച് അല്ല, പിന്നെ വേറെ എപ്പോഴും ഞങ്ങൾ വാവുള്ളപ്പോൾ ഞങ്ങൾ പോയി. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ അലമ്പും കാര്യങ്ങളും. നമുക്ക് എന്താ പറയുക ചില സമയത്ത് ഞാൻ ആഗ്രഹിക്കും എന്തിനാ ദൈവമേ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് കുട്ടികളെ കുറച്ചൊന്ന് ഇത്തിരിയും കൂടി മെച്ചുവേർഡായിട്ട് ഇത്തിരിയും കൂടി ഒന്ന് സെറ്റിലായിട്ട് മതി. പിന്നെ ഇവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് 2 പേരും കാണുമ്പോൾ. അപ്പം ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കണേന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരു വലുതാകുമ്പോൾ കാണണം. എളുപ്പമൊന്നുമല്ല പിള്ളേരെ നോക്കുക. പണ്ടത്തെ അമ്മമാർക്കൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വീഡിയോ ഒന്നും എടുത്ത് ഇങ്ങനെ എന്താ പറയുക യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ബുദ്ധിമുട്ടൊന്നും കാട്ടാൻ ഇവർ എനിക്ക് കാട്ടു കൊടുക്കാൻ നോക്കുക. അപ്പോൾ ജസ്റ്റ് ഫൺ കേട്ടോ, ജസ്റ്റ് ജോക്കായിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഇവിടെ വേറൊരു മുതല് കുട്ടപ്പൻ എത്തിന്ന് പറയുന്നത് വരാൻ തരാം. അവളവിടെ പായലെടുത്തിട്ടുണ്ട്. അപ്പോൾ അവളെ അവിടെ നിന്ന് എടുക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ അലമ്പാണ്. അപ്പൊ ഞാൻ ഇവളെ ഭയങ്കര ഇഷ്ടാ. ഇവൾക്ക് അവനെ ഭയങ്കര ജീവൻ. ഇവനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ എനിക്ക് ഇവനെ പേടിയാണ്. ഇവനാണെങ്കിൽ അങ്ങനെ അറിവുമായിട്ടില്ലല്ലോ. അപ്പൊ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു ദിവസം കൈമേ സ്നേഹത്തിൽ ഉമ്മ കൊടുത്തിട്ട് ഒരു കടി കൊടുത്തുട്ടോ. അങ്ങനെ ഓരോ വകത്. ഇപ്പൊ ഭയങ്കര സ്നേഹമൊക്കെയാണ് 2 പേരും കൂടിയിട്ട്. ഞാൻ എന്നിട്ട് സവാള ഒക്കെ കഴിയാന്ന് ചോദിച്ചു. ഒരു കുരിപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നോക്കിയാലോ അവരോട് ഹായ്. ഇവിടെ അവരോട് ഹായ് പറ. ഹായ് ഗായ്സ്. ഡാൻസ് ഒക്കെ കളിച്ച് വൈബ് അടിക്കും. ഓനിയൻ
അപ്പൊ ഈ ഉള്ളിയും അതൊക്കെ കുറച്ച് ഞാൻ ചെയ്തു. അപ്പൊ ഞാൻ ഇതെല്ലാം ചെയ്യാൻ അമ്മൂടെ അവനെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അവളവിടെ നിങ്ങൾ പോകുമ്പോ എന്നോട് പറഞ്ഞോളൂ കേട്ടോ. അവളെ ഹോളിൽ അടുത്താണ്. ഇപ്പൊ അവളെ ഹോളിൽ പാവുണ്ട്. അവളിപ്പോ റൂമിൽ ഒറ്റയ്ക്ക് അവളെ അവിടെ ഇട്ടേക്കാട്ടോ. ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒണിയൻ ഗുഡ് ബോയ്. മേടിച്ചേ എടുക്കത്. അപ്പൊ എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാനിപ്പോ എൻഗേജ്ഡ് ആയിട്ട് ചെയ്യും. എനിക്ക് ഈ ടൈമിൽ വീട്ടിലിരുന്ന എന്തെങ്കിലും പഠിക്കാനൊക്കെ തോന്നും. ഞാനൊക്കെ പഠിക്കണതാണ് ഇതിന് എളുപ്പം എന്നൊക്കെ. അപ്പൊ അങ്ങനെ എനിക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ മൈൻഡ് ആകെ സീനായി പോകുന്നു. എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. അപ്പൊ ഞാൻ തന്നെ കൈവിട്ടു പോകും തോന്നുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമില്ലയോ. ഞാൻ നോക്കുമ്പോ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സോൺ ഔട്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, വിഷാദം പിടിച്ച പോലെ, ആരോ തട്ടിപ്പോയ പോലത്തെ ഒരു ഇത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ തന്നെ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ മീൻസ് ഈ ആക്റ്റീവായിട്ട് നടക്കുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലായി. എൻ്റെ ഇപ്പൊ കോളേജിലുള്ളവർക്കാണെങ്കിൽ സ്കൂളിലുള്ളവർക്കാണെങ്കിൽ ഞാൻ ഭയങ്കര എപ്പോഴും നന്നായി സംസാരിച്ച് ഇങ്ങനെ എപ്പോഴും നടക്കുന്ന ആളാണ്. പക്ഷെ പെട്ടെന്ന് ആദ്യമുള്ള ഞാൻ പറഞ്ഞ പോലെ ആദ്യമുള്ളപ്പോൾ നമുക്ക് പിന്നെയും പോകാൻ പറ്റിയിരുന്നു. ഇത് രണ്ടും കൂടിയായിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഭാഗം എന്തോ പോലെ. അവള് വലുതായി കഴിഞ്ഞാൽ പോവാം. എനിക്കാണെങ്കിൽ അവളെ ആലോചിക്കും. ഇവന്റെ കാര്യം എനിക്ക് മുന്നേ ഇവന്റെ കാര്യം ആലോചിച്ചിട്ടാണ്. ഇപ്പൊ ആ വിഷമില്ല. കാരണം അമ്മ അവനെ നോക്കുമ്പോ ഞാൻ ഒരു 2.5 വയസ്സായവന് അത്യാവശ്യം കാര്യങ്ങൾ പറയാനും ഇതിനൊക്കെ അവന് ഇതായി തുടങ്ങി. അവളെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമില്ല. ഞാൻ പറയും ഞാൻ ജോലിക്ക് പോട്ടെ, ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ ഈ സമയത്ത്. കാരണം നമ്മളിപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ചിട്ടുള്ള വിവരമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇവര് എന്നെ വേഗം ഞാൻ എന്താ പറയാ ഭയങ്കര ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ മെച്യൂരിറ്റി വരുന്നോണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് മെച്യൂരിറ്റി വന്നൊന്നും എനിക്കെന്നെ തോന്നുന്നില്ല കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിൽ എന്താ പറയാ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. കാരണം എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് ഇപ്പൊ 26 വയസ്സായി. ഇപ്പൊ 26 ഞാൻ മുന്നേ അതുള്ള സമയത്ത് 21, 22 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ എന്ത് പെട്ടെന്നോ ഓരോ കൊല്ലം പോണേ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ജോബിന് ഇപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും കേറാണെങ്കിൽ നല്ല ജോബ്, വേറെ കുതിര ജോബുകളുടെ കാര്യമല്ല പറയണേ, പെട്ടെന്ന് ക്യാമറ പെട്ടെന്ന് ഇതായതല്ലോ. അപ്പൊ നല്ല ജോബൊക്കെ കേറണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവര് ഏജ് ഇത് നോക്കും. പിന്നെ അത് മാത്രല്ല എന്താണ് ബ്രേക്ക് ആയ നമുക്ക് പറയാം ഡെലിവറി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു എക്സ്പീരിയൻസും ഇല്ല. ആകെ ദുബായിലവിടെ കുറച്ച് നാള് അവിടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് മാത്രമുള്ളതാണ്, വേറെ കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസും ഇല്ല. പിന്നെ കണ്ടന്റ് ക്രിയേഷൻ നല്ല പരിപാടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷെ അതിൽ തന്നെ ഇപ്പോ ടൈം കണ്ടെത്താൻ പറ്റുന്നില്ല. ഇപ്പൊ അവന്റെ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും വലിയ രീതിയിൽ മയക്കും അതൊക്കെ മേടിച്ചു വലിയ കാര്യം ഉണ്ടായിരുന്നു ഞാൻ ആലോചിക്കണം. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ഞാനിങ്ങനെ മൈൻഡ് സെറ്റിങ്ങിക്കാണെങ്കിൽ ഇവളുണ്ടായതിനു ശേഷം എനിക്ക് ഭയങ്കര ഈ വർക്ക് ചെയ്യണം എനിക്ക് ഇതാവണം. എനിക്ക് മുന്നേ അങ്ങനെയല്ല, എങ്ങനെയെങ്കിലൊക്കെ ജയിച്ചാൽ മതി. ഇപ്പോഴാണെങ്കിൽ നന്നായി വർക്ക് ചെയ്യണം, ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, എനിക്ക് എന്തോ കഴിവുണ്ട് എന്താ പറയുക. പിന്നെ കുറെ ആൾക്കാർ ഇതൊക്കെ എന്തായാലും പറയണം, കുറെ ആൾക്കാർ ഓരോ പൊട്ട് തൊട്ട് ഓരോ ഹാക്ക് ഇതൊക്കെ ചെയ്യണു. വേറെ എന്തെങ്കിലും പണിക്ക് പൊക്കൂടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആ ഹാക്ക് ഒരു 5 മിനിറ്റിനകത്ത് ചെയ്യണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തിക്കും തിരക്കും ഇതിന്റെ ഇടയിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ ചെയ്യണം, അത് എന്റെ ഇഷ്ടമാണ്, എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനാണ് കിട്ടണ സമയം ഊട്ടി വന്നിട്ട് ഞാൻ എടുക്കണ വീഡിയോസ് ആണത്. ഞാൻ ചിലപ്പോ പെർഫെക്ഷൻ ഉണ്ടാവില്ല അതൊക്കെ. പിന്നെ എനിക്കതല്ലേ എനിക്കൊരു ഫിനാൻഷ്യലി എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഏൺ ചെയ്യണത് ഈ സോഷ്യൽ മീഡിയ എന്നാണ്. അങ്ങനെ അല്ലാണ്ട് വേറെ രീതിയിൽ നിന്നൊന്നും ഞാനിപ്പോ ജോബൊന്നും പോണില്ല അങ്ങനെ. അപ്പൊ ഞാൻ സ്വയം ഏൺ ചെയ്യണ കാര്യം കേട്ടോ. ബാക്കിയുള്ളവർക്ക് എനിക്ക് പൈസ ഒക്കെ തരുന്നുണ്ട്, ഡാറ്റിനൊക്കെ പൈസ നമുക്ക് എന്താ വേണ്ടതെന്ന് തരും. പക്ഷെ അതല്ല, ഞാൻ സ്വയമായിട്ട് എനിക്ക് ഒരു ഇൻകം കിട്ടണത് അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാട്ടെ. എനിക്ക് വൺസ് എനിക്ക് എന്താ പറയാ എനിക്ക് പൈസ എനിക്ക് ഇൻകം ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ അത് ഭയങ്കര ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നുണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം. ഓക്കെ, അപ്പൊ ഇപ്പൊ എനിക്കിപ്പോ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ എന്തെങ്കിലും സാധനം വേണം, എനിക്ക് ഇഷ്ടമുള്ളത് അച്ഛനോട് അമ്മയോട് അച്ഛ അമ്മ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് ഓർഡർ ചെയ്ത് കഴിക്കാം, എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് മേടിക്കാം. ഇഷ്ടം മീൻസ് ആർക്കും ഉപദ്രവമില്ലാത്ത സാധനങ്ങള്. ഓക്കെ,
അപ്പൊ ഞാൻ അങ്ങനെ ഭയങ്കര ലാവിഷ് ആയിട്ട് അത് ഇതൊന്നും ഇതാക്കാറ്. എനിക്ക് എന്താണ് ഇഷ്ടം തോന്നാറ് അങ്ങനെയുള്ളത് ഞാൻ നിങ്ങൾക്ക് മേടിച്ച് ഞാൻ ചെയ്യാറ്. പിന്നെ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പൊ എനിക്ക് അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ മുന്നേ എനിക്ക് വിവരമോ അതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ 26 വയസ്സായപ്പോ എനിക്ക് ടെൻഷൻ ആയി. നെക്സ്റ്റ് ഇയർ 27. അപ്പോഴും നീ ഒരു ജോലിയും പണിക്കും വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്നോട് ഒരു പറയും റെസ്റ്റ് എടുക്കുക. ഇപ്പൊ ഡെലിവറിക്ക് ശേഷം ആണെങ്കിൽ കൂടിയും റെസ്റ്റ് എടുക്കുക, റെസ്റ്റ് എടുക്കുക, നീ റെസ്റ്റ് എടുക്കുക, വീഡിയോസ് ഒന്നും ചെയ്യണ്ട. പക്ഷെ അല്ല, എനിക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. അപ്പൊ ഞാനിരുന്ന് ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ടും കിട്ടാറുണ്ട്. അപ്പൊ എനിക്കൊരു സന്തോഷം. ഇല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഇപ്പൊ പിള്ളേരുണ്ടായി വിചാരിച്ചിട്ട് ചിലർക്ക് ഇതിപ്പോ എന്റെ അമ്മയൊക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് ഞാൻ ഉണ്ടെങ്കിലും അമ്മ ജോബൊക്കെ പോയിട്ട് അമ്മയ്ക്ക് ഒരു പുറം ലോകമായിട്ടൊരു ഇതൊക്കെ ഉണ്ട്. ഇത് ഞാനാണെങ്കിൽ ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കുക, എനിക്കൊരു കണക്ഷനും ഇല്ല, ആകെ ഒരു സംഭവം ഇതായിട്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം. അങ്ങനെ അപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളി ആയിട്ട് കുറെ ഉള്ളി വേണം. പിന്നെ സത്യം പറയാലോ, വീഡിയോ ഞാൻ ദം ബിരിയാണി ഉണ്ടാക്കിയതൊക്കെ ഞാൻ മറന്നു എങ്ങനെയാന്ന്. പിന്നെ എൻ്റെ തന്നെ റെഫറൻസ് വീഡിയോ ഞാൻ എടുത്തിട്ട് നോക്കിയിട്ട് ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ വരില്ല. ഞാൻ നമ്മുടെ വീണാസ് കറി വേൾഡിലത്തെ മറ്റേ ദം ബിരിയാണി നോക്കിയിട്ടുണ്ട്, നല്ല യമ്മി കേട്ടോ. ഞാൻ അത് നോക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ തന്നെ കിട്ടുകയാണെങ്കിൽ അതെടുത്തിട്ട് ചെയ്യാം. എൻ്റെ അമ്മ നമുക്കറിയാലോ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലുള്ള സംഭവങ്ങൾ എടുത്തതെന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കില്ല, റെഫറൻസ് കൂടി നോക്കിയില്ല. എൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ബിരിയാണി കഴിക്കുന്നു. നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാവുന്നതാണ്. പക്ഷെ കുറേ നാളായി ഞാൻ ഇങ്ങനെ മെനക്കെട്ട് പണിയൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ചില സമയത്ത് കിടക്കുന്ന സമയത്ത് ഭയങ്കര എനർജിയാണ്. അയ്യോ, ഞാൻ എന്തിനിങ്ങനെ വെറുതെ ഇരിക്കണേ ദൈവമേ, എന്താ ഞാനൊന്നും ചെയ്യാത്തേന്ന് പറഞ്ഞിട്ട് നട്ടപ്പിരാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, 2-3 വല്ല ഹാക്ക് വല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ ഒരു സമാധാനം കിട്ടുമോ, ഞാൻ എന്തോ ചെയ്തു. കാരണം നമ്മള് ഇപ്പൊ വീഡിയോസ് ഇപ്പൊ എന്നോട് കുറച്ച് പേര് വന്നിട്ട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്ര ഫോളോവേഴ്സ് കിട്ടിയത്. ഞാൻ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുത്തിട്ടാണ് എനിക്ക് ഫോളോവേഴ്സ് കിട്ടിയത്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ട് അറിയണവർക്കറിയാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ, നമ്മളുടെ അത് ഞാൻ ഷോർട്സിൽ ഇപ്പോഴൊക്കെ ഒരു കാര്യം അതൊരു കുട്ടി കുറച്ച് ഐറ്റംസ് മേടിക്കാൻ പോയിട്ട്. അപ്പൊ ആ ടൈമിലാണെങ്കിൽ ഞാനിവിടെ സവാളും ചെറിയുള്ളിയും ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാണ്. ചിക്കൻ ഓൾറെഡി ഞാൻ മാഗ്നേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പൊ ആ ടൈമില് എൻ്റെ ചങ്കനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞു തന്നു മാഗ്നേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ അത് വേഗം അത് ചെയ്ത് വെച്ചു. അപ്പൊ അതിൻ്റെ ഇടയിൽ എന്തോ മെസ്സേജ് വന്നു. അപ്പൊ അത് നോക്കിയതാട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടത്തെ ഓരോ വിശേഷം. എന്തോരോ നേരെയെന്നറിയല്ലോ ആദ്യം റെഡിയാക്കി പോവാൻ വേണ്ടിയിട്ടേ. അപ്പൊ കുറെ ടൈം അങ്ങനെ പോയി. അപ്പൊ ആ ടൈം കൊണ്ട് ഞാൻ വേഗം അവള് പിന്നെ പായലിട്ട് ഇതാക്കി കഴിഞ്ഞാൽ പാവം അവിടെ നിന്ന് എനിക്ക് അത്യാവശ്യം കുക്കിങ്ങും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇടയ്ക്ക് നോക്കണം കേട്ടോ. അല്ലാണ്ട് ഒറ്റയ്ക്ക് കമന്ന് തുടങ്ങിയാള്. അങ്ങനെ ഓരോ കാര്യങ്ങൾ വിശേഷം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോർട്സ് എടുക്കാൻ പോയി. അതൊക്കെയാണ് വൈകിയെന്നൊക്കെ വരാൻ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കാട്ടിത്തരാം കേട്ടോ. അപ്പൊ ദേ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻസ് ഓരോ കോപ്രായങ്ങൾ കാട്ടില്ല, അന്ന് പൊക്കിയിട്ട് കോപ്രായങ്ങളൊന്നും കാട്ടില്ല. ഇത് ഉപ്പ് വരുന്നു. കുറെ നേരം കിടന്നപ്പോ ലവ്വി വിഷമായിട്ട് കാട്ടി തുടങ്ങി കേട്ടോ. ലവിക്ക് വിശന്നിട്ടേ. അപ്പൊ ഇനി അവൾക്ക് കുറച്ച് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ അപ്പോഴേക്കും അമ്മ വരും. കുട്ടിയാണെങ്കിൽ ഉറങ്ങി കേട്ടോ. അപ്പൊ ഇനി ആ ടൈമിന് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പൊ ദേ അമ്മേനെ നോക്കാൻ വേണ്ടി പോയപ്പോ ഞാൻ ചക്കൊക്കെ വെറുതെ നിങ്ങൾക്ക് കാട്ടി തന്നാ കേട്ടോ. ഉണ്ടാക്കിയാൽ നോക്കാൻ എൻ്റെ കോലം ഇങ്ങനെ കേട്ടോ. അപ്പൊ അമ്മ അതിനെ കൊണ്ട് പോയിട്ട് കുറച്ച് വരാൻ വൈകിയത് കൊണ്ട് ഇത്തിരി ടൈം ഡിലേ. അപ്പൊ വീഡിയോ എടുക്കാനുള്ള മൂടും പോയി. അപ്പൊ തന്നെ സമയം അത്യാവശ്യമായി. അവളാണെങ്കിൽ ഇവിടെ പായ വെച്ചിട്ടുണ്ട്, അവളെ പോലെ ഒന്ന് കളിച്ചോളൂ.
അങ്ങനൊക്കെ ഒരു കാര്യം. ചിക്കനൊന്ന് ഹാഫായിട്ടൊന്ന് ഇതായാൽ മതി. ഭയങ്കര മസാല ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, കാരണം അത് ഭാവിക്കും കഴിക്കേണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ട് മസാല ഒന്നും ഞാൻ ചിക്കനിൽ ഇതാക്കിയിട്ടില്ല. പക്ഷെ ആയി വരുമ്പോൾ സെറ്റാവും വിചാരിക്കണം. അപ്പം അമ്മ രാധുവിനെ കൂട്ടി രണ്ടാമത് ഞാനെന്തോ മറന്നിട്ട് പോയിട്ട് വന്നതാട്ടോ മേടിക്കാൻ. അപ്പം ഞാൻ വീണ്ടും വേറൊരു സാധനം ചോദിച്ചപ്പോൾ അതില്ല എന്ന് പറയണ്ടായിരുന്നു. പിന്നെ അത് ഇതുപോലെ ഒരു കുട്ടി ഇതിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ ഇതാക്കി. ആകെ ഗ്യാസ് സ്റ്റൗവൊക്കെ ആകെ ഞാൻ മല്ലിയിലും മറ്റേതും മറിച്ചതൊക്കെ ആയിട്ട് ആകെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കണേ. അതൊക്കെ ഇഗ്നോർ ചെയ്ത് നോക്കായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ഓൺ ചിക്കനും ബിരിയാണിയും ഒക്കെ നോക്കിയപ്പോൾ സംഭവം നല്ല അടിപൊളി യമ്മി യമ്മി വേണ്ടിയിട്ടൊക്കെ ചില സമയത്തൊക്കെ എന്നെ തന്നെ പ്രൗഡ് ആവാറുണ്ട്, ഞാൻ നന്നായി ചെയ്യണുണ്ടല്ലോ എന്നൊക്കെ. അപ്പം അങ്ങനെ അത് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ശബ്ദം കേട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പുത്രൻ വരണ വരവാണ്. അതുകൊണ്ടമ്മ അതുവിൻ്റെ വരവ് ഇപ്പം വേണമെങ്കിൽ ജസ്റ്റ് അവസാനം ടാങ്കൊക്കെ തുറന്നവൻ. എനിക്ക് പെട്ടെന്ന് ചിരി വന്നു കണ്ടപ്പോ. ഇവനെപ്പോഴും ഉന്തി നടക്കണതല്ലേ, അപ്പൊ ഇവനെന്താ ഈ വീൽ ചെയറിലും അയ്യോ വന്നു അലമ്പ്. ഇവിടെ എവിടെയോ ഒരു പൂച്ച, മൂശാട്ടയ്ക്ക് പൂച്ചകളെ പണ്ട് ജീവനായിരുന്നു. എനിക്കിപ്പോഴാണ് കണ്ണിന് ദൃഷ്ടിയിൽ കണ്ടുകൂടാ. എനിക്ക് ദുബായിൽ വെച്ചിട്ട് ഒരു പൂച്ച എന്നെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തൊക്കെ. അപ്പം എനിക്ക് അതിന് ശേഷം പൂച്ചകൾ എന്ന് പറഞ്ഞ വർഗ്ഗങ്ങളെ ഇപ്പം കാണുമ്പോൾ വല്ല എന്ന് പറഞ്ഞ ഒരു ബന്ധമുള്ള പോയി എടുക്കോ, കാണുമ്പോൾ ക്യൂട്ട്നെസ് കാര്യമൊക്കെ വരുമ്പോൾ ഞാൻ എത്തി നോക്കല്ലാണ്ട് ഞാൻ ഒറ്റങ്ങളായിട്ട് വല്ലാണ്ട് അടുപ്പൊന്നുമില്ല. എനിക്കിഷ്ടമല്ല കംപ്ലീറ്റ് ആയിട്ട്. പട്ടികളെ പിന്നെയും എനിക്കങ്ങനെ ഇഷ്ടമല്ല പട്ടികളെ. ഇപ്പോൾ പൂച്ചകൾ എനിക്ക് എൻ്റെ മക്കളാണ് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ. അപ്പം അങ്ങനെ അവള് ഉറങ്ങി. ഇപ്പം ഞാൻ വീഡിയോ വോയിസ് ഓവർ കൊടുക്കണ സമയത്ത് ഇടാൻ വന്നേ. അപ്പം അങ്ങനെ എന്നിട്ട് അമ്മ തുപ്പിയിട്ട് അത് കാട്ടി കൊടുക്കുക. അപ്പം അത് കണ്ടിട്ട് ഇവിടെ ഒരുത്തം കാട്ടാൻ നോക്ക്. ഞാനും വിചാരിച്ചു അതും ഇങ്ങനെയാണ് ഈ സ്വഭാവമൊക്കെ പഠിച്ചതെന്ന് നോക്കുമ്പോൾ അമ്മയ്ക്ക് അമ്മ എന്നും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതൊക്കെ ആഡ് ചെയ്ത് ഓരോ വിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ വീഡിയോയില്. അങ്ങനെ ചിക്കൻ്റെയും ബാക്കിയെല്ലാ പരിപാടികളൊക്കെ തീർന്നു കേട്ടോ. ഇനി ആ റൈസ് ഇടൽ മാത്രമുള്ളത് അമ്മ വന്നു കഴിഞ്ഞാൽ ചെയ്യും. ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്, ഒരു 10 to 20 minutes കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിയുടെ വലിപ്പം ഇത്തിരി വലിയ അരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ആ ടൈം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിരുന്നു, അവിടെ ചുറ്റുമുള്ളതൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് വരുമ്പോൾ എളുപ്പമാവില്ല, കാരണം മാധുബാബിനെ നടക്കാൻ കൊണ്ടുപോയിക്കായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ ഓടി നടന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ വാക്കുട്ടീനാണെങ്കിൽ അമ്മ വന്നിട്ട് എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനുൻ്റെ മാളുൻ്റെ അവിടെ ആണെങ്കിൽ അവിടെ അവളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആണെങ്കിൽ വാക്കുട്ടീനെ അവർ എടുത്ത് കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആദുബാബി ആണെങ്കിൽ അവിടെ അവൻ്റെ സ്ട്രോളർ ഉണ്ടല്ലോ, പ്രാം, അത് ഉന്തി നടക്കലായിരുന്നു അവൻ്റെ പണി. അപ്പം ഞാനാണെങ്കിൽ ആ ടൈം കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരെണ്ണത്തുമ്പോൾ അടിഭാഗം ഇത്തിരി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രം എനിക്ക് ഉറച്ച് ഇതാക്കാനുള്ള മടിയെന്നല്ല പറയാം, വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഈ സിങ്കും അതിൻ്റെ ഹൈറ്റും കണ്ടില്ല. ഇത്ര ഹൈറ്റ് കുറവുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, സിങ്ക് അധികം ഇതാവില്ല. ഇതാണെങ്കിൽ ഞാനാണെങ്കിൽ നന്നായി കുനിഞ്ഞ് നിന്നിട്ട് വേണം ഇങ്ങനെ കഴുകാൻ. അപ്പോൾ ഭയങ്കര ബാക്ക് പെയിൻ എടുക്കും കേട്ടോ അങ്ങനെ നിൽക്കുമ്പോൾ. അപ്പോൾ തന്നെ പകുതി നടുവൊടിഞ്ഞിട്ടാണ് നിൽക്കണം. പിന്നെ കുറേ നേരം ഞാനാണെങ്കിൽ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഞാനാണെങ്കിൽ എളുപ്പ വഴിയിലെല്ലാം ഉണ്ടാക്കുക. സാധാരണ നമുക്ക് എളുപ്പപ്പണിയിൽ കുക്കർ ബിരിയാണി പോലെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഞാനങ്ങനെ ഒന്നുമില്ല ചെയ്യുക, വെറൈറ്റി രീതിയിലൊക്കെ ദമ്മൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ടൈമും പിന്നെ അതിൽ വറുത്തിട്ടാണ് ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ വറക്കണതിന് ടൈം പോവും. പിന്നെ അതിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ചിക്കനിട്ട് വേറൊരു മസാല ഉണ്ടാക്കിയിട്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ബട്ട് നല്ല യമ്മി കേട്ടോ. അപ്പം അങ്ങനെ ഓരോ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി ഞാൻ ആ ടൈമിലാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പാത്രം കഴുകണമുണ്ട് ആ ടൈമിൽ തന്നെ. ക്യാമറ വെച്ചിട്ടുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയെന്ന് തോന്നുന്നു. പിന്നെ ഞാനാണെങ്കിൽ ആ ടൈമിൽ വേറെ ചിക്കൻ കറി ജസ്റ്റ് ഒന്ന് തിരി കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കുറുകിയെല്ലാം സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞാനാണെങ്കിൽ ഓരോന്നോരോന്നിന് കഴുകി വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിക്കും തിരക്കാവും. അപ്പം ഞാൻ അവൻ വരണേക്കാട്ടും മുന്നേ എനിക്കറിയണ്ടായിരുന്നില്ല അവൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരാമെന്ന്. അപ്പോൾ ഞാൻ വേഗം പടഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ എന്താ പറയുക, ഇതൊക്കെയാണ് വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. എനിക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ മുന്നൊക്കെ ഞാൻ ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ആണെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെ ആണെങ്കിലും വേറെ ഓരോ ഡേ ഇൻ മൈ ലൈഫ് വല്ലയിടത്തൊക്കെ പോകുന്നതാണെങ്കിൽ പ്രോപ്പറായിട്ട് ഞാൻ ഇടാറുണ്ട്.
ഇപ്പോഴാണെങ്കിൽ ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് ഒക്കെ കൂടുമ്പോൾ ഒന്നില്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് അത് വോയിസ് ഓവർ കൊടുത്ത് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ആണ് ചെയ്യുക. ഫുഡൊക്കെ ചില സമയത്താണെങ്കിൽ ഫുഡ് കഴിക്കാനും കൂടി ടൈം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തന്നെ പ്രോപ്പർ ടൈമോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പോൾ ഈ കരി പിടിച്ച ചട്ടി കാട്ടുന്നതാട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ടൈം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു റൊട്ടീൻ പോലെ എൻ്റെ റൊട്ടീൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവളുടെയും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെയും ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്ന സമയത്ത് വാക്കുട്ടിയുടെ അടുത്തായിരിക്കും. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ അവൻ എന്തെങ്കിലും കളിക്കൊക്കെ ആയിരിക്കും. ഞാൻ പോവുകയാണെങ്കിൽ അപ്പം ഇങ്ങോട്ട് ഓടി വന്നിട്ടില്ലും. വാക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ ഉമ്മ കൊടുക്കും, കുറേ സ്നേഹിക്കും, എന്നിട്ട് നൈസായിട്ട് കാല് പിടിച്ച് വലിക്കും. അങ്ങനെയാണ്, ഭയങ്കര ഇഷ്ടമാണ് അവന്. ഇവൾക്ക് അവനെ കണ്ട ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ്. അവനെ നോക്കിയിട്ട് കുറേ ചിരിക്കും. അവളതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, ഇന്നിപ്പോൾ കുറച്ച് ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ എടുത്ത അന്ന് തന്നെ ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേക്ക് ടൈം കിട്ടുകൊണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞാൻ ഒരു വീഡിയോയിലൊരു സംഭവം കണ്ടതാട്ടോ. ഈ സവാള ഉണ്ടല്ലോ, സവാള ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ ഇടണം കേട്ടോ. തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം അത് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായി കൈ കൊണ്ട് തിരുമ്പി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ചില ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടറിൻ്റെ ഒപ്പം, സ്റ്റാർട്ടറല്ല മെയിൻ കോഴ്സിൻ്റെ ഒപ്പം തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, ഇങ്ങനത്തെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. ഇങ്ങനെ സവാള ഇങ്ങനെ അത് വിനീഗറിലിട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതും കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പാത്രമൊക്കെ ഇതാക്കി തുടയ്ക്കാനുള്ളതൊക്കെ തുടച്ച്, പിന്നെ ആ പ്ലേറ്റും ആ ചോപ്പിംഗ് ബോർഡ് എന്തിനാ കൈകാണ്ടിരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ലെമൺ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയുണ്ട്. ചിലവർ ഞാൻ വീഡിയോസിലേക്ക് പറഞ്ഞേക്കാറുണ്ട് മല്ലിച്ചെപ്പ് എന്നൊക്കെ. ഇവിടെ മല്ലിച്ചെപ്പ് എന്നൊന്നും പറയില്ല കേട്ടോ, മല്ലിയില എന്നാണ് പറയുക, കൊറിയാൻഡർ ലീവ്സ്. അപ്പം അങ്ങനെ പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇതേ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തതേ ഞാൻ അവിടെ എന്താണ് സംഭവം എന്ന് കാണാൻ പോയപ്പോൾ അതും മൂണെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂണൊന്നുമില്ല, അവരാണെങ്കിൽ വെറുതെ ഉണ്ടെന്ന് ചോദിച്ചിട്ട്. പിന്നെ ഞാനാണെങ്കിൽ അവളെടുത്തപ്പോൾ അവിടെ 2 പിള്ളേർ അവളെടുത്ത് നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ പിള്ളേർക്കാണെങ്കിൽ വാക്കുട്ടീനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് അവളെ ഭയങ്കര കൊഞ്ചിക്കലും കാര്യങ്ങളും. അവളാണെങ്കിൽ അവരെടുത്തിരുന്നിട്ടും ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ ഇതാട്ടോ കുട്ടികൾ. ഈ കുട്ടിയുടെ ആണെങ്കിൽ കൈ ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. മീനുൻ്റെ മാളുൻ്റെ ഫ്രണ്ട്സ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ അവർ ഇൻട്രോവേർട്ടാന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ അതുഭാഗ്യമാണെങ്കിൽ അവിടെ മൂണൊക്കെ കാട്ടി കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ പയ്യ ടൈം കൊണ്ട് ഞാനാണെങ്കിൽ അവളെടുത്തിട്ട് വീട്ടിലേക്ക് പോയിട്ടോ. കാരണം അവൾക്ക് വിശക്കുണ്ടാവും വെച്ചിട്ട്. പക്ഷെ അവൾ പാവം ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ പറയായിരുന്നു, അതുമാണെങ്കിൽ അവൻ്റെ മറ്റേ കൈ മുടിക്കാനുള്ള പ്ലാനിലാണ് കാര്യങ്ങളാന്നൊക്കെ പറഞ്ഞിട്ട്. ഇതും മീനുൻ്റെയും മാളുൻ്റെയും വേറൊരു ഫ്രണ്ടാട്ടോ. 2 പേര് 2 ഫ്രണ്ട്സായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുമാതിരി ഇപ്പോൾ ബഹളം വെക്കാന്നാട്ടോ പുറത്ത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ചോദിക്കാണ് വ്ളോഗറാണോ എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞ് മീനുവിനും മാളുവിനൊക്കെ ബായ് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പം നമ്മുടെ വാക്കുട്ടി ഭയങ്കര ഉറക്കാണ്. പിന്നെ ഞങ്ങൾ വന്നിട്ട് ഞാനും അതുബായും കൂടിയിട്ട് കുളി കഴിഞ്ഞു. കുളിച്ചിട്ട് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ എന്താ ചെയ്യണത് അതൊക്കെ കൃഷ്ണനെ അതും ചെയ്തോണ്ടിരിക്കാണ്. പിന്നെ ഇതാണ് സംഭവം. ആണെങ്കിൽ അതുബാവി ഇത് വീണ്ടും പടഞ്ഞു വന്നു കേട്ടോ. അപ്പം ഞാൻ ഇവിടേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. കുറച്ച് ഓണിയനിൽ കുറച്ച് മുളക് പൊടി, ഉപ്പ്, കൊറിയാൻഡർ. ആദ്യം ഇങ്ങോട്ട് വാ. ഇതാട്ടോ അപ്പോൾ നമ്മൾ ദമ്മ് ചെയ്തില്ല. ബിരിയാണി ആദ്യം ബിരിയാണി കണ്ടാ നീ? അപ്പോൾ ദമ്മിട്ടിട്ട് കുറച്ച് അരി ഇത്തിരി കൂടി വേവാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ദമ്മിട്ടിട്ട് ആദുബാബിക്ക് കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. താന്ന് പറഞ്ഞിട്ട് ഫാഷൻ കിട്ടും കാര്യങ്ങളായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് കഴിച്ചു നോക്കിയപ്പോൾ ആണെങ്കിൽ റൈസിന്റെ വലിപ്പം ഇത്ര കൂടിയോണ്ട് എനിക്ക് അത്ര ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് ഞാൻ തള്ളി തോന്നൊന്നും പറയണില്ല. എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ദേ ബിരിയാണി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. ആദുബാബി കുറച്ചൊക്കെ കഴിച്ചു. ഇപ്പൊ 2 എൻ്റെ അടുത്ത് കേട്ടോ വോയിസ് പേരൊക്കെ കൊടുക്കാൻ പറ്റാത്തതൊക്കെ. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ പറഞ്ഞാതു, ബൈ. അപ്പൊ അതിന്റെ ടാറ്റ.